അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പൾസ് 200 4V എടുത്തിട്ട് 13,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും നമ്മുടെ ചെയിൻ ഫുള്ളായിട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് എത്തിയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ് കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ലായിരുന്നു. അപ്പം നമ്മുടെ ചെയിൻ മാറി വെറും 13,000 കിലോമീറ്റർ ആയപ്പോഴേക്കും നമ്മുടെ എക്സ്പൾസ് റാലി പ്രോ 4Vയുടെ ചെയിൻ ഫുള്ളായിട്ട് തേഞ്ഞൊരു പരിവായി. നമ്മൾ ഫുള്ളായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്തിട്ടാലും വീലൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും വീണ്ടും ലൂസാവും, വീണ്ടും ടൈറ്റ് ആവും. അത് ലൂസ് ടൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ ചെയിൻ എത്തിയിരുന്നു. ഞാൻ ആദ്യം കരുതി വെറും 13,000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും നമ്മുടെ ചെയിൻ പോയി, അപ്പം നമുക്ക് വീണ്ടും ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ഒരു 25,000 കിലോമീറ്ററിനുള്ളിൽ തന്നെ എനിക്ക് ചെയിൻ മാറേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ ഞാൻ കരുതി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നറിയില്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ചെയിൻ മാറി. ഇപ്പം നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ചെയിൻ റോൾ ഓണിൻ്റെ ചെയിനാണ്. നേരത്തെ ഇത് കിടന്നിരുന്നതും സെയിം ചെയിൻ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ പണ്ട് ചെയ്ത കുറച്ച് തെറ്റുകളാണ് ചെയിൻ ഇത്രയും പെട്ടെന്ന് പോകാനുള്ള കാരണമെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. വേറൊന്നുമല്ല, നമ്മൾ ചെയിൻ കറക്റ്റായിട്ട് ലൂബ് ചെയ്യണം, കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം. ഒരു 500 കിലോമീറ്റർ ഇരിക്കുമ്പോൾ ചെയിൻ ക്ലീനാക്കി ലൂബ് ചെയ്യണം, ലൂബ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്ററിന് മേളിലായി കഴിയുമ്പം ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ലൂബ് അടിച്ചു വിടും. അങ്ങനെ ടൈറ്റും ചെയ്യൂല, അങ്ങനെ ഇട്ട് ഓടിച്ച് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. കാരണം നമ്മൾ ഈ ചെയിൻ ഇട്ടതിന് ശേഷം ചെയിൻ ഞാൻ കറക്റ്റായിട്ടാണ്, അതായത് നമ്മൾ പുതിയ ചെയിൻ ഇട്ടതിന് ശേഷം 200 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ ലൂബ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 500 കിലോമീറ്റർ ഇരിക്കുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ 200 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നീടുള്ള 500 കിലോമീറ്ററിൽ ഞാൻ എൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ പോയപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ചെയിൻ ടൈറ്റാണ്, ഫിറ്റായിട്ട് കിടക്കുകയാണ്. കറക്റ്റ് ടൈമിൽ ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം ലൂബ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെയിൻ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. ഞാൻ ചെയിൻ ചേഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1000 കിലോമീറ്ററോളം വണ്ടി ഓടി. ഇപ്പോഴത്തെ ചെയിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റാണ്. നമ്മൾ ആദ്യത്തെ വട്ടം ടൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈറ്റ് നിൽക്കണം ചെയിൻ എപ്പോഴും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഈ കറങ്ങുന്നതിനനുസരിച്ച് ലൂസ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പണ്ട് 200-250 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ചെയിൻ കറക്റ്റായിട്ട് ലൂബ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് 500 കിലോമീറ്റർ ആയിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. കാരണം കറക്റ്റ് ഫിറ്റിലാണ് ചെയിൻ കിടക്കുന്നത്. നമുക്കിപ്പം ടൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. ടൈറ്റ് ലൂസെന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുക. അതായത് ലൂബ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം അങ്ങനെ ഒരു സ്കീമിൽ നിൽക്കരുത്. കറക്റ്റ് ടൈമിൽ തന്നെ ലൂസായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യുക. ലൂബിങ്ങും ചെയിൻ ക്ലീനിങ്ങും കറക്റ്റായിട്ട് ഒരു 500 കിലോമീറ്റർ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്താൽ തന്നെ നമ്മുടെ ചെയിൻ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.